സാംസങ്ങിന്റെ ഗാലക്സി S26 അൾട്ര എന്ന് പറയുന്ന ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇന്ന് ഇതിന്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് സാംസങ് ഇതിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പുതിയ പ്രൈവസി ഡിസ്പ്ലേ, അങ്ങനെ ഒട്ടനവധി AI സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ഫോൺ എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് വേണ്ടി അൺബോക്സിംഗ് ഞാൻ ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഈ കാണുന്നതാണ് സാംസങ് ഗാലക്സി S26 അൾട്രയുടെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഒരു സൈഡിൽ ഫോൺ, മറ്റേ സൈഡിൽ കേസും കാര്യങ്ങളൊക്കെയാണ്. ഫോൺ നമ്മൾ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. പുതിയ ക്യാമറ ഐലൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റിക്കർ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതാണ് ഫ്രണ്ട് ഡിസ്പ്ലേ. സോ അപ്പോൾ അങ്ങനെയാണ് സാംസങ്ങിന്റെ ഗാലക്സി S26 അൾട്ര. ഫോണിലേക്ക് കൂടുതലായിട്ട് വരാം. അതിന് മുമ്പ് ബോക്സിൽ ഒരു സൈഡിലായിട്ട് സിം ടൂള്, ചാർജിങ് കേബിൾ, ടൈപ്പ് C to C കേബിൾ ഉണ്ട്, ഒരു ഡോക്യുമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. S26 അൾട്രയുടെ അൺബോക്സിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി S26 അൾട്ര. ഈ ഒരു ഫോണിന്റെ ഒരു ഓവർവ്യൂ പെട്ടെന്ന് ഞാനൊന്ന് കാണിക്കാം. ബാക്കിൽ ഈ കാണുന്ന രീതിയിൽ പുതിയ ഒരു ക്യാമറ ഐലൻഡ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്യാമറ സെറ്റപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ സിം ട്രേ, ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗില്ല്, തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ S Pen ഇരിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ സ്പീക്കർ ഗില്ലും കാര്യങ്ങളും കാണാം. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ പറയാനുള്ളത്. 7.9 mm തിക്നെസ്സേ വരുന്നുള്ളൂ. അതായത് സ്ലിമ്മസ്റ്റ് അൾട്ര എവർ എന്നാണ് ഇതിനെ പറയുന്നത്. വെയിറ്റ് ഒക്കെ 214 ഗ്രാം ആണ്. USB വന്നിട്ട് 3.2 ജനറേഷൻ 1 തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 6 ആണ് വരുന്നത്. Wi-Fi 7 തന്നെ കൊടുത്തിട്ടുണ്ട്. NFC അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ, കോണിംഗ് ഗൊറില്ല ആർമർ 2 പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഫോണിന്റെ ഒരു ഓവർവ്യൂവും ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. നല്ല സ്ട്രോങ് ആയ ഡിസൈനിലും നമുക്ക് പരിചിതമായ ശൈലിയിലുമാണ് ഈ ഫോൺ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ, എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന കാര്യം ഇതിന്റെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന പുതിയൊരു ഹാർഡ്വെയർ ലെവൽ ഫീച്ചറാണ്. അതായത് ഡിസ്പ്ലേ ഓൾറെഡി ഇത് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. 6.9 ഇഞ്ച് ക്വാഡ് HD പ്ലസ് 120 Hz ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ആണ്. 10-bit ഡിസ്പ്ലേ ആണ് തന്നെ കൊടുത്തിരിക്കുന്നത്. കുറെ കൂടി നല്ല കളർ ഡെപ്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വീഡിയോ ഒക്കെ ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ബ്രൈറ്റ്നസും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ യാതൊരു പ്രശ്നങ്ങളും ഇതിനകത്ത് വരുന്നില്ല. സോ ഒരു അടിപൊളി ഡിസ്പ്ലേ. ഇതിനകത്തെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറയാം. ഡിസ്പ്ലേ കുറിച്ച് വെറുതെ പറഞ്ഞ കാര്യം, പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുന്ന സംഗതിയാണ് ഇതിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യൽ സംഭവം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ സൈഡിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെ ചുമ്മാ നോക്കിയാൽ നമ്മുടെ ഫോണിൽ എന്താ കാണുന്നത് അവർക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ പൊതുവേ ഉണ്ട്. നമ്മൾ അതിനൊരു ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചൊട്ടിച്ചാണ് ഉപയോഗിക്കാറ്. പലപ്പോഴും അത് ആവശ്യമുള്ളവർ അങ്ങനെ ഒരു ഗ്ലാസ് വെച്ച് വാങ്ങിച്ചൊട്ടിക്കും. അതൊട്ടിച്ചാൽ സൈഡിൽ നിന്ന് വ്യൂ ഉണ്ടാവില്ല. ബട്ട് ആ ഗ്ലാസിന്റെ പ്രശ്നം അത് എപ്പോഴും അങ്ങനെയായിരിക്കും. നമ്മുടെ ഒരു സുഹൃത്ത് അപ്പുറത്തിരിക്കുന്നുണ്ട്, അവനെന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ പണിയാ, നടക്കില്ല. രണ്ടാമത് ആ ഗ്ലാസിന്റെ ക്വാളിറ്റി വളരെ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ ടച്ചും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, ബ്രൈറ്റ്നസ് കറക്റ്റ് ആയിരിക്കില്ല, മൊത്തത്തിൽ ഡിസ്പ്ലേ ഡിം ആവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഈ ഫോണിൽ നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതായി കാണുന്ന പ്രൈവസി ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി. അതോടുകൂടി പിന്നെ ഈ ഫോണിനെ സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല. നേരെ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഇത് പക്കാവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു വിഷയമില്ല. പക്ഷേ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേ ഗ്ലാസ് പോലെയല്ല. മറ്റേ ഗ്ലാസ് ഒട്ടിച്ചാൽ കഴിഞ്ഞു, പിന്നെ സൈഡിലുള്ളവർക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുമ്പോൾ സൈഡിലുള്ളവർക്ക് കാണാൻ പറ്റുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യും. ആവശ്യാനുസരണം ഓഫും ഓണും ചെയ്യാം. മാത്രവുമല്ല, നമുക്ക് ചില ആപ്ലിക്കേഷനുകൾ, നമ്മൾ കാണുന്ന ചില ആപ്ലിക്കേഷനുകൾ മാത്രം പെട്ടെന്ന് സൈഡിൽ നോക്കിയാൽ ആരും കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആ ആപ്പ് മാത്രമായിട്ട് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതിൽ ഫോൺ പേ, എൻ്റെ കാറിൻ്റെ അഡ്രിനോക്സ്, അങ്ങനെയുള്ള ആപ്പൊക്കെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നിട്ട് ആ ആപ്പ് കറക്റ്റായിട്ട് അഡ്രിനോക്സ് ഓൺ ചെയ്യുന്ന നേരത്ത്, ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന നേരത്ത് മാത്രമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ബ്ലാക്ക് ആവുന്നത്. അല്ലാത്ത പക്ഷമൊക്കെ നമുക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആ ആപ്പ് ഓപ്പൺ ചെയ്താൽ അപ്പം തന്നെ മൊത്തം ബ്ലാക്ക് ആയി. അത് സൈഡിൽ നിന്നുള്ള വ്യൂ ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആപ്പുകൾക്ക് മാത്രമായിട്ട് കൊടുക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് അത്രയൊന്നും ആവശ്യമില്ല. നിങ്ങൾ അടിക്കുന്ന പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക്, നിങ്ങളുടെ ലോക്ക് നമ്പറുകൾ, അങ്ങനെയുള്ള പിന്നുകൾ, അതൊക്കെ മാത്രം ഹൈഡ് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ ഫോൺ അൺലോക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ എടുത്തിട്ട് നോർമലി നമ്മൾ ഫിംഗർ പ്രിൻ്റ് അല്ല ഒരു നമ്പർ അടിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അപ്പം തന്നെ സ്ക്രീൻ ബ്ലാക്ക് ആയി. ആ നമ്പർ പിന്നെ അടിക്കുന്ന നേരത്ത് മാത്രമേ അങ്ങ് ബ്ലോക്ക് ആവും. സോ അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പ് ചെയ്യാം. ഇനി ഇതുമല്ല, നിങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് ചില മെസ്സേജുകൾ, അതായത് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നമുക്കൊരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുന്നത് കാണാൻ പാടില്ല. അങ്ങനെയാണ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് ആരും കാണാൻ പാടില്ല എന്നാണെങ്കിൽ അത് മാത്രം ഓൺ ചെയ്തിട്ട് കൊടുക്കാം. അതോടുകൂടി പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു മെസ്സേജ് എനിക്ക് വരുന്ന നേരത്ത് അത് ഫുൾ ബ്ലാക്ക് ആണ്. നേരെ നോക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ, ഞാൻ വീണ്ടും ഒരു മെസ്സേജ് വരുമ്പോൾ നേരെ നോക്കുമ്പോൾ കാണുന്നുണ്ട്, എന്നാൽ സൈഡിൽ നിന്ന് ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. ആ രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. കണ്ട? അപ്പം നോട്ടിഫിക്കേഷൻ മാത്രമായിട്ടോ, പിന്നിന് മാത്രമായിട്ടോ, ആപ്പിന് മാത്രമായിട്ടോ, അല്ലെങ്കിൽ മൊത്തം ഫോണിനോ അത് തന്നെ ഓണും ഓഫൊക്കെ ചെയ്തോ പല രീതിയിൽ ഈ സംഭവം കൊടുക്കാൻ പറ്റും. ഈ ഒരു വർഷത്തെ ഞാനിപ്പോൾ കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു ടെക്നോളജി, ഏറ്റവും നല്ലൊരു സംഭവം. അപ്പോൾ മൊത്തത്തിൽ സംഗതി അടിപൊളിയാണ്. ഇത് എല്ലാ ബ്രാൻഡുകളും കോപ്പി ചെയ്താൽ നന്നായിരിക്കും. കോപ്പി ചെയ്യും, സംശയമൊന്നുമില്ല. എന്നാലും സാംസങ് ആണിത് വേൾഡ് ഫസ്റ്റ്
പ്രൈവസി ഡിസ്പ്ലേ ഓൺ മൊബൈൽ എന്ന രീതിയിൽ കൊണ്ടുവരുന്നത്. ഇനി ഇതിന്റെ അടുത്ത ഘടകം പെർഫോമൻസ് ഞാൻ പറയണ്ടല്ലോ, സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ്. അതായത് വേൾഡ് ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കിട്ടുക. അത് ഫോർ ഗാലക്സി എന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താണ് വരുന്നത്. സോ ഏറ്റവും മികച്ച പെർഫോമൻസ്, UI-ലൊന്നും യാതൊരു വിഷയമില്ല. One UI 8.5 ആണ്, വളരെ സ്മൂത്ത് ആണ്. ഒപ്പം തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. പെർഫോമൻസിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. BGMI ഒക്കെ നിങ്ങൾക്ക് കളിക്കാം. ഈ കാണുന്ന രീതിയിൽ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫിക് സെറ്റിംഗ്സ് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഈ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് സുഖമായിട്ട് BGMI വേണമെങ്കിൽ കളിക്കാം. കാരണം ഏറ്റവും പവർഫുൾ ആയ പ്രോസറാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സോ അപ്പോൾ ഓവറോൾ നല്ല പെർഫോമൻസും കാര്യങ്ങളും. ഞാൻ എൻ്റെ എല്ലാ ആപ്പുകളും ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാനിത് ഉപയോഗിച്ച് നോക്കാൻ പോവാണ്. 1 TB സ്റ്റോറേജ് വരെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റോറേജ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 TB വരെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഒപ്പം തന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 21% എക്സ്ട്രാ ഒരു തെർമൽ പെർഫോമൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഹീറ്റ് ഒന്നും ആവില്ലെന്ന് സാരം. നമുക്ക് ഹീറ്റിങ്ങിന്റെ പ്രശ്നമൊന്നും ഇതുവരെ കണ്ടില്ല. സോ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുള്ള മറ്റൊരു മേഖലയാണ് ക്യാമറ സെക്ഷൻ. അതായത് സ്പെക്കിൽ നമുക്ക് വലിയ മാറ്റം കാണില്ല. 200 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ, 50 മെഗാപിക്സലിന്റെ 5x ടെലിഫോട്ടോ, 10 MB 3x ടെലിഫോട്ടോ, 12 MB സെൽഫി ക്യാമറ ഇത് തന്നെയാണ്. പക്ഷേ മെയിൻ ക്യാമറയുടെ ആപ്പച്ചറൊക്കെ 1.4 ആക്കിയിട്ടുണ്ട്. അതായത് കുറേ കൂടി ബെറ്റർ ആയ ലോ ലൈറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. സാമ്പിൾസ് ഞാൻ അവിടെ കാണിക്കാം, നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. കാരണം നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. ഈ ക്യാമറയുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. നല്ല ഡീസൻ്റ് ആയ ഫോട്ടോസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിൻ ക്യാമറ ഇമേജുകൾ, പോർട്രേറ്റ് ഇമേജുകൾ എല്ലാം നിങ്ങൾ കണ്ടു. വൈഡ് ആംഗിൾ 50 MB വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതിന്റെ സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 8K 30 FPS വീഡിയോ റെക്കോർഡിംഗ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ 4K 30 ആണ്. അതുകൊണ്ട് ഞാൻ 8K സാമ്പിൾ കാണിക്കുന്നില്ല. ബട്ട് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും നൈറ്റ് സമയങ്ങളിലെടുത്ത വീഡിയോസും എല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. നന്നായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൻ്റെ സെറ്റിംഗ്സിൽ ക്യാമറയിൽ APV കോഡൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വിർച്വലി ലോസ്ലെസ് ക്വാളിറ്റി ഒക്കെ കിട്ടും. ഇതുകൊണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്നും കൂടി നല്ല രീതിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പാണ്. പിന്നെ നൈറ്റോഗ്രാഫി വീഡിയോ നിങ്ങൾ 4K 30 FPS ഇത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നൈറ്റോഗ്രാഫി വീഡിയോ, അപ്പോൾ ഈവൻ നൈറ്റ് വീഡിയോ ആണെങ്കിലും ദൈ കാണുന്ന തരത്തിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയുണ്ട് ഈ ഒരു ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾ നോക്കുക. നൈറ്റോഗ്രാഫി വീഡിയോ ആണ് ഈ കാണുന്നത്. സോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു വീഡിയോ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്. സൂപ്പർ സ്റ്റഡി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലോക്ക് ചെയ്തിട്ടുള്ള സൂപ്പർ സ്റ്റഡി സംവിധാനം. ക്യാമറയുടെ നോർമൽ ആയിട്ടുള്ള ഇന്റർഫേസിൽ വീഡിയോയിൽ മുകളിൽ ഒരു ഓപ്ഷൻ കാണാം. സൂപ്പർ സ്റ്റഡി എന്ന് പറയുന്നത് നടുവിലത്തെ ഓപ്ഷനാണ്. എന്നാൽ റൈറ്റ് സൈഡിൽ ഇതിൽ ചെരിഞ്ഞ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് പറയുന്ന സംവിധാനം ഓൺ ആവും. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമ്മൾ ഇങ്ങോട്ടും ചെരിക്കുകയോ തലകുത്തി പിടിച്ചാൽ വരെ വീഡിയോ ചെരിയത്തില്ല. വീഡിയോ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. നിങ്ങൾ ഈ കാണുന്ന സാമ്പിൾ അതിൻ്റെയാണ്. എൻ്റെ മകളെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് സംവിധാനവും വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഹൊറൈസൺ ലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ ഇപ്പോൾ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ട്രൈ ചെയ്യാം. സോ അപ്പോൾ അങ്ങനെയാണ് ക്യാമറയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഗാലക്സി എയുടെ ഭാഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളാണ്. ഫോട്ടോ അസിസ്റ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. AI ഇറേസർ നമ്മൾ ഇഷ്ടംപോലെ കണ്ടതാണ്. ഇതല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിലുണ്ട് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഇമേജിലേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലാണ്. ആ ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ കറക്റ്റായിട്ടൊരു കാർ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതാ അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തൊരു കാർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫ്ലോറിലേക്ക് ജസ്റ്റ് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് മുമ്പിൽ കറക്റ്റ് ആ നൈറ്റ് സിറ്റുവേഷനിൽ ഒരു കാർ കിടന്നാൽ എങ്ങനെ ഉണ്ടാകുമോ അതേപോലെ ഒരു കാർ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല അവരുടെ ഇവൻറ്റിൽ കാണിച്ചൊരു സംഭവമുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേക്കിൻ്റെ കഷ്ണം കഴിച്ച് പോയെങ്കിൽ തന്നെയും അതിന് വീണ്ടും റീഫിൽ ചെയ്യുന്ന പരിപാടി. അതായത് ഞാനിവിടെ വാങ്ങിച്ച ഒരു കേക്ക് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സംഭവം നമ്മൾ ഫോട്ടോ എടുത്ത് അതിന് റീഫിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ റീഫിൽ ചെയ്യുന്ന കാണാം, കണ്ടോ? ഇപ്പം ഇത് റീഫില്ലായി വന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിച്ച് കഴിഞ്ഞ കേക്കാണ്, പക്ഷേ അതിനെ റീഫിൽ ചെയ്തെടുക്കുന്ന പരിപാടി. സോ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇമേജിലേക്ക് ആഡ് ചെയ്യാം. ഇറേസർ പോലെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സൗകര്യമുണ്ട്. സംഭവം നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ കമാൻഡ് എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. സംഭവം നടക്കും. പിന്നെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ആപ്പ് തന്നെ വന്നിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ നമുക്ക് ഈസിയാണ്. ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന് മുകളിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന നേരത്തെ ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്കറായിട്ട് വരുന്നുണ്ട്. സോ സിമ്പിളായിട്ട് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഇനി അങ്ങോട്ട് ഉപയോഗിക്കാം. പിന്നെ നൗ നഡ്ജ് ഏജന്റിക് ഫീച്ചർ എന്ന് പറയുന്ന നൗ നഡ്ജ് സംവിധാനം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ AI ആണ്. അതായത് നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മെസ്സേജ് വരികയാണ്, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു മെസ്സേജ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ AI ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് എന്തൊക്കെയാണോ ആ ഫോട്ടോസ് എടുത്തുകൊണ്ടും നമുക്ക് തരും. വേണമെങ്കിൽ സെൻഡ് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട്. നമ്മൾ ഗാലറി പോയി ആ ഡേറ്റിൽ പോയി തപ്പി പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. AI പോയി തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കയ്യിലോട്ട് തരും. നമുക്ക് ഈസി ആയിട്ട് വലിച്ചിട്ടാൽ മതി. സിമ്പിൾ പരിപാടിയാണ്. നൗ നഡ്ജ് എന്ന പേരിലാണ് ഈ ഒരു പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. സംഗതി കൊള്ളാം. പിന്നെ മറ്റൊരു സംഭവമാണ് കോൾ സ്ക്രീനിങ്. വളരെ അഡ്വാൻസ്ഡ് ആയ സംഗതിയാണ്. അതായത് നമ്മളിപ്പോൾ ഫോണിൽ ഒരുപാട് സ്പാം കോൾ വരുന്നൊരു സമയമാണല്ലോ.
അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിൽ ഈ കോൾ സ്ക്രീനിങ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ ഏത് അറ്റൻഡ് ചെയ്യും, എന്നിട്ട് ആരാണ് എന്തിനാണ് വിളിച്ചതെന്നുള്ളത് ചോദിക്കും. എന്നിട്ട് അത് മെസ്സേജായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരും. അപ്പം നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം അത് ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞോളും. നമുക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യും അൺനോൺ നമ്പറുകൾ. പിന്നെ ഓഡിയോ ഇറേസർ നമുക്കറിയാലോ, ഓൾറെഡി ഗാലറിയിൽ വീഡിയോ എടുക്കുന്ന വീഡിയോകളിൽ ഓഡിയോ ക്വാളിറ്റി നോയ്സ് കൂടുതലുണ്ടെങ്കിൽ നോയ്സ് റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഇതിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വരെ സപ്പോർട്ട് ചെയ്യും. യൂട്യൂബിൽ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ ഭയങ്കര നോയ്സ് ഉള്ള ഓഡിയോ ആണ് അതിലുള്ളതെങ്കിൽ നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് അതിലത്തെ നോയ്സ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഞാനിപ്പോൾ ഈ ഒരു സ്പോർട്സ് കാണുകയാണ്, കമൻട്രി എനിക്ക് കേൾക്കാൻ പറ്റുന്ന അത്രയും നോയ്സ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിൽ നിന്ന് ഇങ്ങോട്ട് കൺട്രോൾ സെൻറ്റർ എടുത്തിട്ട് ഓഡിയോ ഇറേസർ അങ്ങോട്ട് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് എനിക്ക് കമൻട്രി കേൾക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോ ഇറേസർ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനും പറ്റും. മാക്സിമം കൊടുത്താൽ നല്ലോണം നോയ്സ് കുറഞ്ഞ് കമൻട്രിയൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാം. അപ്പോൾ യൂട്യൂബിലും ഓഡിയോ ഇറേസിംഗ് സപ്പോർട്ട് ചെയ്യാണ്. അടിപൊളി ഫീച്ചറായി എന്നുള്ളതിൽ യാതൊരു തർക്കും എനിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ജെമിനൈ പോലുള്ള സംഭവങ്ങൾ നമ്മൾ സൈഡ് ബട്ടൺ പ്രസ് ഹോൾഡ് ചെയ്താൽ ജെമിനൈ വരും, ജെമിനൈ ലൈവ്, ഇതൊക്കെ പതിവായിട്ടുള്ള പോലെ തന്നെ ഇതിലും ഇത്തവണയുണ്ട്. പിന്നെ സർക്കിൾ സെർച്ച് എൻ്റെ സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ക്രീനിൽ എന്ത് കാര്യമാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ അപ്പോൾ അങ്ങനെ ഒട്ടനവധി ഗാലക്സി AI ഫീച്ചറുകൾ. ഞാനിപ്പോൾ പുതുമയുള്ള AI ഫീച്ചറാണ് പറഞ്ഞത്. ഇതിന് മുമ്പുള്ള നോർമൽ AI ഫീച്ചേഴ്സ്, റൈറ്റിംഗ് ടൂൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഒന്നും മിസ്സിംഗ് ഇല്ല. പുതുമയുള്ള സാധനങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞതാണ്. സോ അപ്പോൾ എങ്ങനെയുണ്ട് ഇത്തവണത്തെ AI ഫീച്ചറും കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പ്രധാന സംഭവമുണ്ട്, S Pen. ഇതായിരിക്കും. ഇതിനെക്കുറിച്ച് പറയാതെ എങ്ങനെ പോവുക? എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ നമുക്കറിയാമല്ലോ. നോട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനോ ഡ്രോയിങ് ചെയ്യാനോ, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് സൈറ്റ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാനോ. ഞാൻ കൂടുതലും ഡോക്യുമെൻറ്റ് സൈനിങ് ആണ്, ഈ ഡ്രോയിങ് പരിപാടിയൊന്നും നമുക്കില്ല. സോ അപ്പോൾ എന്തായാലും അതിനും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന S Pen ഇതിൻ്റെ കൂടെയുണ്ട്. സോ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുക. കൂടുതലായിട്ട് പരിചയപ്പെടുത്തണമല്ലോ, കാലങ്ങളായിട്ട് അറിയാവുന്നതാണ് S Pen. അതോടെ ഇരിപ്പുണ്ട് സൈഡിൽ, അവിടെ ഇരുന്നോട്ടെ. ഇനി ഈ ഫോണിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 3.0 എന്നാണ് പറയുന്നത്. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയ ഫാസ്റ്റ് ചാർജിങ് ആണ്. 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കണം, ബട്ട് ചാർജിങ് സ്പീഡ് ഇംപ്രൂവ്ഡ് ആണ്. 25 വാട്ടിനെയാണ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അതും ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ ചാർജിങ് സെറ്റപ്പ് മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു. ബാറ്ററി സെയിമാണ്. പിന്നെ ഇത്തവണ ഒരു പുതിയ സിലിക്കൺ മാഗ്നറ്റ് കേസ് കൂടി വന്നിട്ടുണ്ട്. അതിന്റെ ലുക്ക് ഏകദേശം ഇങ്ങനെ ഇരിക്കും. നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലുക്കാണ് ഉണ്ടാവുക. സംഗതി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇത്തിരി ഫീച്ചർ റിച്ച് കൂടിയാണെന്നറിയുക. അതായത് നമുക്ക് മാഗ്നറ്റിക് ആക്സസറികളൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം വയർലെസ് ചാർജിങ്, മാഗ്നറ്റിക് ചാർജിങ് സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് ഉപയോഗിക്കാം. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കണ്ട. സോ അപ്പോൾ മൊത്തത്തിൽ സാംസങ് ഗാലക്സി S26 അൾട്രയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, എസ്പെഷ്യലി ആ പ്രൈവസി ഡിസ്പ്ലേ ഫീച്ചർ, പിന്നെ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു വെൽ റൗണ്ടഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയാതെ വയ്യ. കാരണം എല്ലാ തരം സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റു ഒരു ഫോണിലും കിട്ടാത്ത ഈ പ്രൈവസി ഡിസ്പ്ലേ പോലുള്ള സംഭവങ്ങളൊക്കെ ഗംഭീരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ഇതിനകത്തുണ്ട് കേട്ടോ. ഞാനത് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി ഡിസ്പ്ലേയുടെ പാർട്ടിൽ. ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് അടക്കമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഒപ്പം തന്നെ ഹൈ പെർഫോമൻസ് ഉണ്ട്, ഇംപ്രൂവ്ഡ് തെർമൽ സിസ്റ്റം വരുന്നുണ്ട്, 200 MB ക്യാമറ സെറ്റപ്പാണ്, One UI 8.5 ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുന്നു ഈ ഫോൺ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്കെന്ത് തോന്നി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് കയ്യോടെ പ്രീ ബുക്ക് ചെയ്യാം. പിന്നെ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്. 256 GB സ്റ്റോറേജിൻ്റെ വിലയ്ക്ക് 512 GB സ്റ്റോറേജ് കിട്ടും. അതായത് ഒരു 20,000 രൂപയുടെ വർത്തായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രീ ബുക്ക് വാങ്ങാൻ ഉദ്ദേശമുള്ളവരുണ്ടെങ്കിൽ കയ്യോടെ പ്രീ ബുക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു ഓഫർ മാർച്ച് 10 വരെയുള്ളൂ. അത് മാത്രം പ്രത്യേകം ഒന്ന് ഓർത്തോ. ആ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് വേണം പ്രീ ബുക്ക് ചെയ്യാൻ. സോ അപ്പോൾ ഓവറോൾ സാംസങ് ഗാലക്സി S26 അൾട്രയുടെ എല്ലാ ഘടകങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.